നമസ്കാരം. ലോകത്തെ കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിൽ വലിയൊരു പങ്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് നടക്കുന്നത്. യൂറോപ്പ്, വടക്കേ അമേരിക്ക, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നതിന് ഇന്ന് ഉള്ള പ്രധാന വഴി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇരുമ്പ്, കൽക്കരി, റബ്ബർ, തേയില എന്നിവയാണ് മറ്റ് പ്രധാന ചരക്കുകൾ. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും ഇരുമ്പയിര് ജപ്പാനിലേക്ക് കയറ്റിയിരിക്കുന്നതും ഇന്ത്യൻ മഹാസമുദ്രം വഴിയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് കൽക്കരി ബ്രിട്ടനിൽ എത്തുന്നതും മറ്റൊരു വഴിയിലൂടെയല്ല. സംസ്കരിച്ച സമുദ്രോൽപ്പന്നങ്ങൾ തീരദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രധാന കയറ്റുമതി വസ്തുവായി ഉയർന്നു വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനമുറപ്പിക്കുക എന്നതിന് ലോകത്തെ സ്വാധീനിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ഇൻഡോ പസഫിക് മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ ചൈന ശ്രമങ്ങൾ നടത്തുന്നത്. പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ നേവൽ വിഭാഗം 1985 മുതൽ കൃത്യമായ ഇടവേളകളിൽ പരസ്യമായും രഹസ്യമായും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈനിക വിന്യാസവും പെട്രോളിങ്ങും നടത്താറുണ്ട്. 2008 മുതൽ ഇത് ഒന്നുകൂടി ശക്തമാണ്. കടൽ കൊള്ളക്കാരെ തടയുന്നതിൻ്റെ ഭാഗമായാണ് നടപടി എന്ന നിലയിലാണ് ചൈന ഇത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. 2012 ഇത്തരത്തിൽ ആണവ അന്തർവാഹിനികൾ ഈ പ്രദേശത്ത് ചൈന വിന്യസിച്ചു. ഇതിനു പുറമെ കപ്പലുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ചോർത്തുക, കടൽത്തട്ടിൻ്റെ തന്ത്രപ്രധാനമായ മാപ്പുകൾ തയ്യാറാക്കുക എന്നീ നീക്കങ്ങളും ചൈന നടത്തുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് മാരിടൈം സിൽക്ക് റോഡ് പദ്ധതിയുടെ മറവിൽ പാകിസ്ഥാനിലെ ഗൊദ്വർ തുറമുഖം മുതൽ കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി വരെയുള്ള നിയന്ത്രണം ചൈന സ്വന്തമാക്കിയത്. ജിബൂട്ടിയിൽ 78 ദശലക്ഷവും ഗൊദ്വറിൽ $1.6 ബില്യൺ ചൈന മുടക്കിയിരിക്കുന്നത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതി പ്രഖ്യാപിച്ച് കടുത്ത തിരിച്ചടിയാണ് ഭാരതം ചൈനയ്ക്ക് കൊടുത്തത്. പദ്ധതിക്ക് G7 രാജ്യങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയും ലഭിച്ചു. ഒപ്പം ഇറ്റലി ചൈനയുടെ സിൽക്ക് റോഡ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരം ഇറാനിലെ ചബഹാർ, മ്യാൻമറിലെ സിറ്റ്വേ എന്നിവയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്തിന്റെ നിയന്ത്രണവും ഭാരതത്തിന് ലഭിച്ചു എന്നതാണ്. ചൈനയ്ക്കുള്ള കനത്ത വെല്ലുവിളിയാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുണ്ടാക്കുന്ന സ്വാധീനം ശക്തമായി ചെറുക്കാനുള്ള ഭാരത സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായും ഇതിനെ വിലയിരുത്തുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് മോംഗ്ല. ഒന്നാമത്തേത് ചിറ്റഗോങ് തുറമുഖമാണ്. ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആകും ഇനി മോംഗ്ല തുറമുഖം പ്രവർത്തിപ്പിക്കുക. തന്ത്രപരമായി വലിയ നേട്ടമാണ് ഭാരതത്തിനിത്. ഒപ്പം മൂന്നാം മോദി സർക്കാരിൻ്റെ വിജയവും. ഭാരതത്തിൻ്റെ വാണിജ്യ വ്യാപാര കുതിപ്പിനും ഇത് വഴിയൊരുക്കും. 2018 ബംഗ്ലാദേശിലെ 2 തുറമുഖങ്ങളിലും ഭാരതത്തിന് സമ്പൂർണ്ണ കയറ്റിയിറക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. ഇത് ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കി. സമീപകാലം വരെ ബംഗ്ലാദേശിലെ പ്രധാന നിക്ഷേപകരിൽ ഒരാളായിരുന്നു ചൈന. ചിറ്റഗോങ് തുറമുഖത്തും അവർക്ക് വലിയ രീതിയിൽ നിക്ഷേപമുണ്ട്. കൊൽക്കത്ത തുറമുഖത്തിനടുത്താണ് മോംഗ്ല തുറമുഖം എന്നത് ഭാരതത്തിന് ഗുണകരമാകും. ബംഗ്ലാദേശിന്റെ വടക്കുള്ള ഖുൽന നഗരത്തിനടുത്താണ് മോംഗ്ല തുറമുഖം. 1950 സ്ഥാപിക്കപ്പെട്ട ബംഗാൾ ഉൾക്കടലിലെ ഈ തുറമുഖം പശുവർ നദിക്കും അടുത്താണ്. 111 ജെട്ടികളും 8 വെയർഹൗസുകളുമുള്ള തുറമുഖത്തേക്ക് റെയിൽവേ സൗകര്യവുമുണ്ട്. 225 മീറ്റർ വരെ നീളമുള്ള കപ്പലുകൾക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഇക്കഴിഞ്ഞ മെയ് 14 ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ 10 വർഷത്തെ നിയന്ത്രണം ഭാരതത്തിന് ലഭിച്ചത്. ഇന്ത്യൻ പോർട്സ് ഗ്ലോബലാണ് ഇതും പ്രവർത്തിപ്പിക്കുന്നത്. മ്യാൻമറിലെ സിറ്റ്വേ തുറമുഖ നിയന്ത്രണം ലഭിച്ചത് ഈ ഏപ്രിൽ 15 ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന് തന്നെയാണ് ഇതിനും അനുമതി ലഭിച്ചിരിക്കുന്നത്. 100% കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ്. തുറമുഖ ജലപാത മന്ത്രാലയത്തിന് കീഴിലാണിത്. മ്യാൻമറിലെ റാഖിലിലാണ് സിറ്റ്വേ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.